കേരളത്തിനെ പറ്റി അറിയാത്ത ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ആൾക്കാർ കേരളത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലേട്ടൊക്കെ ഒന്ന് വാ. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടൊന്ന് സഞ്ചരിച്ചു നോക്കുക. അപ്പോൾ അറിയാം കേരളത്തിന്റെ ഒരു മതേതരത്വത്തിന്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് കേരള സ്റ്റോറി പോലത്തെ പ്രൊപ്പഗാൻഡ മൂവീസ് 10 100 ഇനി വന്നു കഴിഞ്ഞാലും കേരളം അടങ്ങുന്ന ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്ന് അതിനെ എതിർക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുവന്നിരുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട് നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവും. ആ ഫ്രണ്ട്സുകളൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്നേഹമില്ല എന്ന്. പക്ഷെ നമുക്കൊരു ആവശ്യമോ വിഷമങ്ങളോ വന്നു കഴിഞ്ഞാൽ അവനായിരിക്കും അല്ലെങ്കിൽ അവരായിരിക്കും നമ്മുടെ മുമ്പിൽ ആദ്യം എത്തുക, അല്ലെ? അതുപോലെ തന്നെയാണ് കേരളത്തിൽ ഒരു ഡിസാസ്റ്റർ, ഒരു കലാമിറ്റി അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ജാതിയും മതവും പൊളിറ്റിക്സും ഒക്കെ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായിട്ട്, അത് ജെൻഡർ പോലും നോക്കാതെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരുപാട് സിറ്റുവേഷൻസ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ അല്ലേ ചൂരൽ മലയിൽ ഉണ്ടായ സംഭവം. ഒരു രാത്രി പുലരുമ്പോഴേക്കും അവരുടെ ഉറ്റവരെയും ഉടയവരെയും അവരിതുവരെ സമ്പാദിച്ച എല്ലാം വീടുമൊക്കെ നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കേരളവും ഇന്ത്യയും അടങ്ങുന്ന പ്രവാസികളൊക്കെ അടങ്ങുന്ന ഒരു സമൂഹം അവരെ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായി. എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് പൈസ ആയിക്കോട്ടെ, ശരീരത്വം കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ മനസ്സുകൊണ്ടായിക്കോട്ടെ അവരെ കൂടെ കൂട്ടി. ആ ഒരു കൂടെ കൂട്ടിയതിന്റെ റിസൾട്ടാണ് അടുത്ത ആഴ്ച അതിന്റെ ഫസ്റ്റ് ഫേസിൽ കൊടുക്കുന്ന വീടുകൾ. അപ്പൊ ആ വീടുകൾ കൊടുക്കുന്ന, അതിന്റെ താക്കോല് കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് വരുന്ന ഒരു സന്തോഷം, അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഞാനും നിങ്ങളും അടങ്ങുന്ന ആൾക്കാർ അതിന് പാട്ടായതിന്റെ ഒരു സന്തോഷം, ഇതല്ലേ യഥാർത്ഥ കേരളം? ഇതല്ലേ നമ്മൾ ഈ കേരളത്തിനെയല്ലേ നമ്മൾ ലോകത്തിന് കാണിച്ച് മാതൃയാക്കി കൊണ്ടുവരേണ്ടത്, അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം?